നമസ്കാരം. എഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിടുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് അഭ്യൂഹങ്ങളാണോ റൂമേഴ്സാണോ എന്നൊന്നും കൺഫേം ചെയ്യാറായിട്ടില്ല. എങ്കിലും 32 കഴിഞ്ഞ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതുകൊണ്ട് യാതൊരുവിധ പ്രയോജനങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റൊരു ടീമിൽ ചേക്കേറിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കിട്ടുന്ന പരിഗണനയോ ക്യാപ്റ്റൻസിയോ ഒന്നും ലൂണയ്ക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ലൂണ സൈഡ് ബെഞ്ചിൽ ഇരുത്തപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. ആദ്യ സീസണുകളിൽ നന്നായി കളിച്ചിരുന്ന ലൂണ പരിക്കിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ പഴയ വീര്യമൊന്നും പുറത്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നിലവിൽ ചില സ്ഥിരം കലാപരിപാടികളിലൂടെയാണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ മുന്നോട്ട് പോകുന്നത്. 50% അല്ലെങ്കിൽ 60% ചാൻസുള്ള ഫൗളുകൾ ചില അഭിനയത്തിൻ്റെ പിൻബലത്തിൽ നേടിയെടുക്കുകയും നേടിയെടുത്ത ഫ്രീ കിക്ക് സ്വയം എടുക്കുകയും അത് വേസ്റ്റാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലൂണയുടെ ഇപ്പോഴത്തെ കലാപരിപാടികൾ. ഈ സീസണിൽ ഒരു ഗോൾ പോലും സ്കോർ ചെയ്യുവാൻ ലൂണയ്ക്ക് സാധിച്ചിട്ടില്ല. ആദ്യ സീസണുകളിൽ ലൂണ ഒരു മച്ചുവേർഡ് കളിക്കാരനായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. പുതിയ ഇൻട്രിം ഹെഡ് കോച്ച് TG പുരുഷോത്തമൻ ലൂണയെ പിന്തുണയ്ക്കുന്നു എന്ന് തോന്നുന്നു. എങ്കിലും ചില വസ്തുതകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ISL ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ഇന്ത്യയിൽ ഫുട്ബോൾ വളർത്തുക, ഇന്ത്യക്കാരായിട്ടുള്ള കളിക്കാരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പടിപടിയായി ഉയർത്തുക എന്നുള്ളതാണ്. മലയാളി താരമായ വിപിൻ മോഹൻ ഒരുപക്ഷെ ലൂണയെക്കാളും നന്നായി ഫ്രീ കിക്ക് എടുക്കുവാനും കോർണർ കിക്ക് എടുക്കുവാനും പ്രാപ്തനാണ്. എന്നാൽ നിലവിൽ വിപിൻ ടീമിൽ ലൂണയുടെ നിഴൽ മാത്രമാണ്. വിപിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടുന്നില്ല. വിദേശ താരങ്ങളുമായി മാത്രമാണ് ലൂണയുടെ കോമ്പിനേഷൻ വർക്കൗട്ടാകുന്നത്. ഒരു കോമ്പിനേഷൻ ഇല്ലായ്മയുടെ തിക്തഫലം അനുഭവിച്ച് ടീമിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതനായ കളിക്കാരനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിരുന്ന KP രാഹുൽ. എന്നാൽ മുൻ ബാഴ്സലോണ യൂത്ത് ക്ലബിന്റെ പരിശീലകനായ സെർജിയോ ലൊബേറയുടെ മാളത്തിലെത്തിയ KP രാഹുൽ മിന്നുന്ന പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. KP രാഹുൽ ഒഡീഷ ടീമിൽ എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ മിന്നും താരമായ നോഹ സദോയിയോട് ലൂണയ്ക്ക് തോന്നിയ അസഹിഷ്ണുത ലൂണയുടെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ഒരു ബഹിർസ്ഫുരണം മാത്രമായും നമുക്ക് കാണാവുന്നതാണ്. ലൂണ ആരാധകർ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ലൂണയുടെ കരിയർ ഗ്രാഫ് അടിക്കടി താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ തുടരാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യമായി മാത്രം കരുതുക.